നീണ്ടുമെലിഞ്ഞ ശരീരവും കഴുത്തും ത്രികോണാകൃതിയിലുള്ള തലയും വട്ടത്തിലുള്ള കണ്ണുകളും മുന്നിലെ കൈകൾ രണ്ടും ഏതു നേരവും ഉയർത്തി പ്രാർത്ഥിക്കുന്ന മട്ടിൽ ഉള്ളതാണ്. പറഞ്ഞു വരുന്നത് തൊഴുകയ്യൻ പ്രാണികളെ പറ്റിയാണ്. കാഴ്ചയിൽ നിസ്സാരക്കാരനെന്ന് തോന്നുമെങ്കിലും ചില സമയങ്ങളിൽ ഇവ ഭയങ്കരന്മാരാണ്. മഴക്കാലം കഴിഞ്ഞുള്ള മാസങ്ങളിലാണ് ഇവയെ കൂടുതലായി കാണുന്നത്. ലോകത്താകമാനം 2000-ലധികം ഇനത്തിലുള്ള തൊഴുകയ്യൻ പ്രാണികളുണ്ട്. ഇന്ത്യയിൽ 160-ലധികം തൊഴുകയ്യൻ പ്രാണികളെ കണ്ടെത്തിയിട്ടുണ്ട്. കാഴ്ചശക്തിയിൽ മുമ്പിലാണ് ഈ പ്രാണികൾ. ഇവയ്ക്ക് 360 ഡിഗ്രിയിൽ കാണാനുള്ള കഴിവുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഈ 360 ഡിഗ്രി ദർശനം പ്രകൃതിയിൽ മുമ്പ് അറിയപ്പെട്ടിരുന്ന മറ്റെല്ലാ രൂപങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. അതുപോലെ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങൾ അനക്കാതെ തല എല്ലായിടത്തേക്കും തിരിക്കാൻ തൊഴുകയ്യൻ പ്രാണികൾക്ക് സാധിക്കും. വേട്ടയാടുന്ന സമയങ്ങളിൽ ഇത് പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. പച്ച, തവിട്ട് തുടങ്ങിയ നിറങ്ങളിൽ കാണപ്പെടുന്നതിനാൽ ഇവയെ കണ്ടെത്തുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. തൊഴുകയ്യൻ പ്രാണികളുടെ ഇരപ്പിടുത്തവും വളരെ പ്രധാനമാണ്. ഒളിച്ചിരുന്നും കുറേ സമയം കാത്തിരുന്നുമാണ് ഇവ ഇരയെ പിടിക്കുന്നത്. ക്ഷമയോടെ കാത്തിരുന്നാണ് ഇവ ഇരയെ ആക്രമിക്കുന്നത്. വലിയ മുൻകാലുകൾ ഉപയോഗിച്ചാണ് ഇവ ഇരയെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നത്. തൊഴുതുകൊണ്ടുള്ള ഇരിപ്പാണ് ഇര പിടിക്കാനുള്ള പ്രധാന വിദ്യ. കാലുകളിലെ കൂർത്ത മുനയാണ് ഇരയെ കൊണ്ടുപോകാൻ ഇവയെ സഹായിക്കുന്നത്. രൂപം മാറാൻ കഴിവുള്ള പ്രാണിയാണ് തൊഴുകയ്യൻ. ഇലയുടെയും മരകഷ്ണത്തിൻ്റെയും രൂപത്തിലേക്ക് മാറാനും ഇവയ്ക്ക് സാധിക്കുന്നു. ഓർക്കിഡിൻ്റെ രൂപത്തിലുള്ള തൊഴുകയ്യന്മാരും കൂട്ടത്തിലുണ്ട്. പുൽച്ചാടികളും പൂമ്പാറ്റകളും ഒക്കെയാണ് ഇവയുടെ പ്രധാന ആഹാരമെങ്കിലും വലിയ ഇനം പ്രാണികളെയും ഇവ ആഹാരമാക്കുന്നു. തൊഴുകയ്യന്മാരെ ഭക്ഷണമാക്കുന്നവർ തവളകളും പല്ലികളും ചിലതരം പക്ഷികളും ചിലന്തികളുമാണ്. ആക്രമിക്കാൻ വന്ന ഓന്തിനെ പരാജയപ്പെടുത്തി ഭക്ഷണമാക്കുന്ന തൊഴുകയ്യൻ്റെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നിരുന്നു. ആൺപ്രാണികൾ താരതമ്യേന ചെറുതും മെലിഞ്ഞവയുമാണ്. തൊഴുകയ്യൻ പ്രാണികളുടെ പ്രണയചേഷ്ടകൾ, ഇണചേരൽ, പ്രജനന രീതികൾ എന്നിവ ഏറെ കൗതുകമുണ്ടാക്കുന്നവയാണ്. ഫെറമോണുകളുടെ സഹായത്തിലാണ് ഇവ ഇണയെ ആകർഷിക്കുന്നത്. ഇണചേരുന്ന ഉടനെ ആൺപ്രാണികളെ പെൺപ്രാണികൾ തന്നെ ഭക്ഷിക്കുന്നു. ചില സമയങ്ങളിൽ ഇണചേരലിനിടയിൽ ആൺപ്രാണികളുടെ തല കടിച്ചു മുറിച്ച് തിന്നാറുണ്ട്. ഇണചേർന്നതിന് ശേഷം നുരയും പതയുമുള്ള ഒരു ചെറു കൂടുണ്ടാക്കി അതിൽ മുട്ടകൾ നിക്ഷേപിക്കുന്നു. പെട്ടി പോലുള്ള ഈ മുട്ടപ്പേടകത്തെ ഊതിക്ക എന്നാണ് അറിയപ്പെടുന്നത്. കുറച്ച് സമയത്തിനകം ഈ പേടകം വെളുപ്പും മഞ്ഞയിൽ നിന്നും തവിട്ട് നിറമായി മാറുന്നു. ദിവസങ്ങൾക്ക് ശേഷം മുട്ടപേടകം പൊട്ടിച്ച് തൊഴുകയ്യൻ പ്രാണികൾ പുറത്തു വരുന്നു. മാംസഭോജികളായ ഇരപിടിയന്മാരാണ് തൊഴുകയ്യൻ പ്രാണികൾ. പൂക്കളിലും കമ്പുകളിലും ഒളിഞ്ഞിരിക്കുന്ന ഇവ ഇര അടുത്തെത്തുമ്പോൾ മുൻകാലുകൾ ദ്രുതഗതിയിൽ ചലിപ്പിച്ച് ഇരയെ കയ്യിലൊതുക്കുകയും മെല്ലെ കടിച്ചു മുറിച്ച് ഭക്ഷിക്കുകയും ചെയ്യുന്നു. 1 മണിക്കൂറിൽ ഈ പ്രാണികൾ ശരാശരി 10 ഈച്ചകളെ വരെ അകത്താക്കുന്നു. 1 മാസം കൊണ്ട് പൂർണ്ണ വളർച്ചയെത്തുന്ന തൊഴുകയ്യൻ പ്രാണികൾ കീടനിയന്ത്രണത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്കാണ് വഹിക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ ഈ പ്രാണികളെ കൃഷിയിടങ്ങളിലേക്ക് തുറന്നുവിടാനായി ഇതിൻ്റെ മുട്ടകൾ മാർക്കറ്റുകളിൽ വാങ്ങാനാകും. ഇവയുടെ മികച്ച കാഴ്ചശക്തി ഇര പിടിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ദ്വിനേത്ര ദർശനത്തിലൂടെ ഇരയുടെ കൃത്യമായ അകലം മനസ്സിലാക്കാനും ഇവയ്ക്ക് സാധിക്കുന്നു.